പ്രിയ വിദ്യാർത്ഥികളെ, 9th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 4th യൂണിറ്റിലെ സെക്കൻഡ് ലെസൺ എ ഷീൽഡ് ഓഫ് കറേജ്, ഈ ലെസണുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ഏതാനും ഡിസ്കോഴ്സ് ആക്ടിവിറ്റീസ് ആണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഏതൊക്കെ ഡിസ്കോഴ്സുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുന്നത് എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. വീഡിയോ കണ്ടന്റ്സ്. റൈറ്റർ നീർജ ബാനറ്റ്, an icon of bravery. Notice on the event of honoring Neerja's martyrdom. Speech praising Neerja's bravery and sacrifice. Profile of Neerja Banet. Emergency announcement from the flight purser. Situational questions and answers on road safety and traffic rules. Instructions or rules connected with road safety. Script for a street play obeying traffic rules. ഇത്രയും ഡിസ്കോഴ്സുകളാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമുക്ക് ഓരോന്നും വിശദമായി പരിശോധിക്കാം. Activity 1, given on textbook page 134. Here are some news reports on the heroic martyrdom of Neerja Banet that appeared in leading dailies. Read each headline carefully. In the light of your reading of the passage A Shield of Courage, prepare a paragraph or write-up on the aptness and other notable features of these headlines. നീർജ ബാനറ്റിന്റെ മാർട്ടിയർഡം രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അക്കാലത്ത് പത്രങ്ങളിൽ വന്ന ഏതാനും പ്രധാനപ്പെട്ട ഹെഡ്ലൈൻസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾ ഓരോ ഹെഡ്ലൈനും ശ്രദ്ധയോടുകൂടി വായിക്കുക. അതോടൊപ്പം എ ഷീൽഡ് ഓഫ് കറേജ് എന്ന ലെസണിൽ നീർജ ബാനറ്റിന്റെ ഹീറോയിസം, സാക്രിഫൈസ്, ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഈ ന്യൂസ് ഹെഡ്ലൈൻസ് നീർജ ബാനറ്റിന്റെ ജീവിതത്തിലെ ആ ഹീറോയിസം, സാക്രിഫൈസ്, മാർട്ടിയർഡം ഇതുമായി എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു, ഈ ന്യൂസ് ഹെഡ്ലൈൻസ് നീർജ ബാനറ്റിന്റെ ജീവിതവുമായി എത്രമാത്രം നീതി പുലർത്തുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന രൂപത്തിൽ ഒരു പാരഗ്രാഫ് എഴുതുക എന്നുള്ളതാണ് ആക്ടിവിറ്റി. ഇതേ ക്വസ്റ്റ്യൻ വിദ്യാർത്ഥികളോട് ഒരുപക്ഷെ ഒരു റൈറ്റപ്പ് തയ്യാറാക്കാനും ചോദിച്ചേക്കാം. റൈറ്റപ്പ് തയ്യാറാക്കുമ്പോൾ വിദ്യാർത്ഥികൾ വിഷയവുമായി ബന്ധപ്പെട്ട് അനുയോജ്യമായ വളരെ ആപ്റ്റായിട്ടുള്ള ഒരു ഹെഡിങ് നൽകാൻ ശ്രദ്ധിക്കണം. ഈ ആക്ടിവിറ്റിയുടെ ആൻസർ എന്ന രൂപത്തിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു പാസേജ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അനുയോജ്യമായ ഒരു ടൈറ്റിലും അതിന് നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഇതൊരു റൈറ്റപ്പായും ഉപയോഗപ്പെടുത്താം. ഇത് മലയാളത്തിൽ വിശദീകരിക്കുന്നില്ല. വായിച്ചു നോക്കുമ്പോൾ പ്രയാസം നിറഞ്ഞ വാക്കുകളോ സെന്റൻസുകളോ ഉണ്ടെങ്കിൽ അധ്യാപകരുടെ സഹായം തേടാവുന്നതാണ്. നീർജ ബാനറ്റ്, an icon of bravery. The news headlines aptly highlight Neerja Banet's extraordinary bravery and selfless sacrifice. Headlines like World's Bravest Woman and Heroine of the Hijack emphasize her unmatched courage during the Pan Am Flight 73 hijacking. They reflect her global recognition as a symbol of heroism. The headline India is proud of Neerja underlines her national significance, showing how her sacrifice brought pride to the country. Heroine who paid with her life powerfully conveys the tragic cost of her bravery, making her story deeply moving. These headlines are concise but influential and emotionally touching. They effectively capture the essence of Neerja's legacy. They celebrate her heroism and inspire readers, ensuring her sacrifice remains engraved in public memory. Activity 2, given on textbook page 135. The English club of your school has decided to conduct a meeting to commemorate Neerja Banet's heroism. You have been asked to inform the students about the meeting and also to give them some details of Neerja's brave self-sacrifice. Prepare a notice for the meeting. ഈ സെക്കൻഡ് ആക്ടിവിറ്റിയിൽ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെടുന്നത് ഒരു നോട്ടീസ് തയ്യാറാക്കാനാണ്. നിങ്ങളുടെ സ്കൂളിലെ ഇംഗ്ലീഷ് ക്ലബ് ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുന്നു. ആ മീറ്റിംഗിൽ നീർജ ബാനറ്റിന്റെ ഹീറോയിസത്തെക്കുറിച്ച് ഓർമ്മിക്കുന്നു. അതോടൊപ്പം അവരുടെ മാർട്ടിയർഡം, രക്തസാക്ഷിത്വം, സെൽഫ് സാക്രിഫൈസ് ഇതെല്ലാം തന്നെ ആദരിക്കുന്നു. ഇത്തരമൊരു മീറ്റിങ്ങിനെ കുറിച്ച് നോട്ടീസിലൂടെ വിദ്യാർത്ഥികളെ അറിയിക്കുക. അതോടൊപ്പം തന്നെ
നീർജ ബാനറ്റിന്റെ ബ്രേവ് സെൽഫ് സാക്രിഫൈസ്, ധീരമായ ആത്മത്യാഗത്തെക്കുറിച്ച് ഒരു ചെറു വിവരണവും നൽകുക. ഇത്തരത്തിലുള്ള ഒരു നോട്ടീസാണ് തയ്യാറാക്കേണ്ടത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു മോഡൽ നോട്ടീസ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ആദ്യം സ്കൂളിന്റെ പേര് കൊച്ചി ഇന്റർനാഷണൽ ഇംഗ്ലീഷ് സ്കൂൾ, കൊച്ചി. ശേഷം ക്വസ്റ്റ്യനിൽ പറയുന്ന പോലെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ആപ്റ്റായ ഹെഡിംഗ് നോട്ടീസിന് നൽകുക. ഓണറിംഗ് ദ മാർട്ടിർഡം ഓഫ് നീർജ ബാനറ്റ് എന്ന ഹെഡിംഗ് നൽകിയിരിക്കുന്നു. ശേഷം ഇതൊരു സ്കൂൾ പ്രോഗ്രാം ആയതുകൊണ്ട് ഓഡിയൻസ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ആകും. അതുകൊണ്ട് തന്നെ അവരെ അഡ്രസ് ചെയ്യുന്ന ഒരു സല്യൂട്ടേഷൻ ഫ്രേസ് ഡിയർ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. ശേഷം ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെടുന്ന പോലെ ഒരു ഇൻട്രൊഡക്ഷൻ. ഈ ഇൻട്രൊഡക്ഷനിൽ ആര് സംഘടിപ്പിക്കുന്നു, ആരാണ് ചീഫ് ഗസ്റ്റ് അല്ലെങ്കിൽ ഇനോഗ്രേറ്റർ, അതുപോലെ തന്നെ വ്യക്തിയെക്കുറിച്ച് ഒരു ചെറു വിവരണം, നീർജ ബാനറ്റിന്റെ സെൽഫ് സാക്രിഫൈസിനെ കുറിച്ചുള്ള ഒരു ചെറു വിവരണവും ഈ ഇൻട്രൊഡക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. The English Club of our school is organizing an event to honor Neerja Bannett's martyrdom. The Honorable Minister for Civil Aviation will inaugurate the ceremony. Neerja, a senior flight purser on the hijacked Pan Am Flight 73, sacrificed her life to save passengers. Her bravery earned global recognition and India's highest peacetime gallantry award, the Ashoka Chakra. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് ഡേറ്റ്, ടൈം ആൻഡ് വെന്യൂ. അതിനുശേഷം ഇൻവിറ്റേഷൻ. വി വാംലി വെൽക്കം എവ്രി വൺ ടു ജോയിൻ അസ് അറ്റ് ദിസ് സ്പെഷ്യൽ ഒക്കേഷൻ എന്നിവിടെ നൽകിയിരിക്കുന്നു. ഓൾ ആർ വെൽക്കം എന്നും വളരെ ലളിതമായ രീതിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇങ്ങനെയുള്ള ഒരു നോട്ടീസിൽ പരാമർശിക്കുന്ന പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്യുന്ന ഒരു VIP, ഒരു ചീഫ് ഗസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ആ പ്രോഗ്രാമിന് ഒരു ഒഫീഷ്യൽ ടച്ച് നൽകുന്നത് നന്നായിരിക്കും. അതിന് പര്യാപ്തമായ ഒരു ഒഫീഷ്യൽ സെഷൻ ഉൾപ്പെടുന്ന പ്രോഗ്രാം ഡീറ്റെയിൽസ് നോട്ടീസിൽ ഉൾപ്പെടുത്തുക. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ മാത്രം പ്രോഗ്രാം ഡീറ്റെയിൽസിൽ ഉൾപ്പെടുത്തിയാൽ മതി. ഉദാഹരണത്തിന് പ്രേയർ, വെൽക്കം സ്പീച്ച്, പ്രസിഡൻഷ്യൽ അഡ്രസ്, ഇനോഗ്രൽ അഡ്രസ്, ഫെലിസിറ്റേഷൻ, വോട്ട് ഓഫ് താങ്ക്സ്, ഇത്രയും മതി. ശേഷം പ്ലേസ് ആൻഡ് ഡേറ്റ് ഓഫ് ദ നോട്ടീസ്, ദെൻ അതോറിറ്റി ഓഫ് ദ നോട്ടീസ്, സെക്രട്ടറി, ദി ഇംഗ്ലീഷ് ക്ലബ്, ഇതുപോലെ. ഇത്രയുമാണ് ഒരു നോട്ടീസിൽ ഉൾപ്പെടേണ്ട പ്രധാന ഘടകങ്ങൾ. ഇതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും സാധ്യമാക്കും. വിദ്യാർത്ഥികൾ അധ്യാപകരുടെ സഹായം തേടുക. Activity 3, textbook page 135. Imagine that at the commemoration meeting, a survivor of the hijacking recounts her trauma and relief in a speech praising Neerja's courage and sacrifice. Prepare the likely speech. നീർജ ബാനറ്റിന്റെ മാർട്ടിർഡം കമമറേറ്റ് ചെയ്യുന്ന ആ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ട് അന്ന് ഹൈജാക്ക് ചെയ്യപ്പെട്ട വിമാനത്തിലെ ഒരു യാത്രക്കാരി അന്നത്തെ തൻ്റെ മാനസിക സംഘർഷങ്ങളും മാനസിക പിരിമുറുക്കങ്ങളും പിന്നീടുണ്ടായ ആശ്വാസവും എല്ലാം ഓർത്തെടുക്കുന്നു. നീർജ ബാനറ്റിന്റെ ധീരതയെ പ്രശംസിച്ചുകൊണ്ട് അവർ ഒരു പ്രഭാഷണം നടത്തുന്നു. അത്തരത്തിലുള്ള ഒരു പ്രസംഗത്തിന് സ്ക്രിപ്റ്റ് എഴുതുക എന്നുള്ളതാണ് തേർഡ് ആക്ടിവിറ്റി. ഈ ആക്ടിവിറ്റിയുടെ ആൻസർ എന്ന രൂപത്തിൽ ഒരു മോഡൽ സ്പീച്ച് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു സ്പീച്ചിന്റെ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഓഡിയൻസിനെയും സ്റ്റേജിലിരിക്കുന്ന വ്യക്തികളെയും എല്ലാം ഭാവനയിൽ കണ്ടുകൊണ്ട് അവരെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന രൂപത്തിലായിരിക്കണം. വളരെ ആപ്റ്റായിട്ടുള്ള ഒരു ബിഗിനിങ് ഉണ്ടായിരിക്കണം. ശേഷം ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെടുന്ന വിഷയം ടച്ച് ചെയ്യുന്ന രൂപത്തിൽ സ്പീച്ച് ഡെവലപ്പ് ചെയ്യണം. അവസാനം കാര്യങ്ങളെല്ലാം പറഞ്ഞൊതുക്കിയ രൂപത്തിൽ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു എൻഡിങ് വേണം. ഓഡിയൻസിന് നന്ദി പ്രകാശിപ്പിക്കണം. Respected teachers, honorable dignitaries on stage, and my dear friends, it's a privilege to stand here today to honor Neerja Bannett's sacrifice, a true hero whose sacrifice saved so many lives, including mine. This meeting is a tribute to her courage, compassion, and selflessness. Neerja was a bright, determined young woman who dreamed of making a difference. Her journey from being a model to becoming a senior flight purser was marked by her elegance, professionalism, and dedication.
On the tragic day of the hijacking, Neja displayed extraordinary courage. She stayed calm under pressure, protected passengers, and even hid passports of the American passengers on the flight to prevent the hijackers from identifying them. Her determination and spirit of self-sacrifice shone brightly when she shielded innocent children from the bullets of the hijackers at the cost of her life. Her extraordinary heroism earned her global acclaim, with several nations bestowing prestigious honors on her posthumously, including the Ashoka Chakra, India's highest peacetime gallantry award. To preserve her legacy, Neja's family established this trust to honor her sacrifice, ensuring her memory lives on forever. Let me conclude my words, hoping that Neja's unparalleled sacrifice may inspire us to remain courageous and compassionate in our lives. Thank you. Next, activity 4 given on textbook page 136. Prepare a profile of Neja Banet from the details given below. ഇവിടെ നൽകിയിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നെജ ബാനറ്റിന്റെ ഒരു ഷോർട്ട് പ്രൊഫൈൽ തയ്യാറാക്കുക എന്നുള്ളതാണ് അടുത്ത ആക്ടിവിറ്റി. നൽകിയിരിക്കുന്ന ഹിൻസ്: ബോൺ 7th September 1963, ചണ്ഡീഗഡ്, ഇന്ത്യ. നാഷണാലിറ്റി ഇന്ത്യൻ. ആൽമ മാറ്റർ means educational institution, St. Xavier's College, Mumbai. Occupation: flight attendant. Employer: Pan American World Airlines. Known for saving passengers on board Pan Am Flight 73, which had been hijacked. Deaths: 5th September 1986, aged 22, at Karachi Airport, Pakistan. Awards: Ashoka Chakra 1987, India. Tamga, Pakistan, also in 1987, Pakistan. Flight Safety Foundation Heroism Award 1987, United States. ഇത്രയും ഡീറ്റെയിൽസ് ഉൾപ്പെടുന്ന രൂപത്തിൽ ഒരു ഷോർട്ട് പ്രൊഫൈൽ തയ്യാറാക്കുക. പ്രൊഫൈലിന് വ്യക്തിയുടെ തന്നെ പേര് ഹെഡിംഗ് ആയി നൽകാവുന്നതാണ്. ഇവിടെ നൽകിയിരിക്കുന്നത് പോലെ നെർജ ബാനറ്റ്. നെർജ ബാനറ്റ് വാസ് ബോൺ ഓൺ 7th September 1963 in Chandigarh, India. She completed her education at St. Xavier's College, Mumbai. She worked as a flight attendant for Pan American World Airways. Neja is best known for her heroic actions during the hijacking of Pan Am Flight 73, when she saved the lives of many passengers. Tragically, she lost her life on 5th September 1986 at Karachi Airport, Pakistan, at the young age of 22. Her bravery earned her several prestigious awards posthumously, including the Ashoka Chakra from India in 1987, the Tamga, Pakistan from Pakistan in 1987, and the Flight Safety Foundation Heroism Award from the United States in 1987. Neja remains a global symbol of selflessness and courage. Activity 5, textbook page 136. Neja Banet, the senior flight purser, played a crucial role in ensuring the safety of as many passengers as she could. Her qualities of leadership and quick thinking were instrumental in guiding the passengers to escape through emergency exits, taking advantages of the chaos and confusion. ഹൈജാക്ക് ചെയ്യപ്പെട്ട വിമാനത്തിലെ സീനിയർ ഫ്ലൈറ്റ് പേഴ്സർ ആയിരുന്നു നെർജ ബാനറ്റ്. അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയും ക്വിക്ക് തിങ്കിങ്, കാര്യങ്ങൾ പെട്ടെന്ന് തീരുമാനിക്കാനുള്ള കഴിവ്, ഇതൊക്കെയാണ് ആ നിർണായകമായ ഘട്ടത്തിൽ ധാരാളം പാസഞ്ചേഴ്സിനെ രക്ഷപ്പെടാൻ സഹായിച്ചത്. Here are a few steps to be taken by a flight attendant in case of emergency. ഇത്തരത്തിൽ ഒരു എമർജൻസി ഘട്ടത്തിൽ വിമാനത്തിലെ പേഴ്സർ അല്ലെങ്കിൽ ഫ്ലൈറ്റ് അറ്റൻഡന്റ് കൈക്കൊള്ളേണ്ട ചില നടപടികളാണ് ഇവിടെ വിശദീകരിക്കുന്നത്. റീഡ് ദ അഡ്വൈസറി കെയർഫുള്ളി ആൻഡ് കംപ്ലീറ്റ് ദ ടാസ്ക്. ഇവിടെ നൽകിയിരിക്കുന്ന ഈ നിർദ്ദേശങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ച് ഇവിടെ നൽകിയിരിക്കുന്ന ആക്ടിവിറ്റി പൂർത്തീകരിക്കുക. വിദ്യാർത്ഥികൾ ഈ നിർദ്ദേശങ്ങളെല്ലാം വായിച്ചുകൊണ്ട് ഒരു ഫ്ലൈറ്റ് അറ്റൻഡന്റ് പാസഞ്ചേഴ്സിന് നൽകുന്ന ഒരു എമർജൻസി സിറ്റുവേഷനിലെ അനൗൺസ്മെന്റ് തയ്യാറാക്കുക എന്നതാണ് ആക്ടിവിറ്റി. ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഫ്ലൈറ്റിലെ ക്യാബിൻ ക്രൂ അല്ലെങ്കിൽ ഫ്ലൈറ്റ് പേഴ്സർ പാസഞ്ചേഴ്സിന് നൽകേണ്ടതായ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമ്പർ 1, ഇൻസ്ട്രക്ട് ദ പാസഞ്ചേഴ്സ് ടു റിമെയിൻ അലേർട്ട് ആൻഡ് കാം.
പാസഞ്ചേഴ്സ് എല്ലാം തന്നെ ശ്രദ്ധാപൂർവം എന്നാൽ ശാന്തമായി ഇരിക്കണമെന്ന് നിർദ്ദേശിക്കുക. നമ്പർ 2, ഇൻസ്ട്രക്ട് ദം ടു ടേക്ക് ദ ബ്രേസ് പൊസിഷൻ. ഒരു എമർജൻസി ലാൻഡിങ്ങിൽ അല്ലെങ്കിൽ ശക്തമായ ടർബ്യുലൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ കഴുത്തും തലയുമൊക്കെ സംരക്ഷിക്കാനുള്ള ഒരു ബ്രേസ് പൊസിഷനിൽ ഇരിക്കാൻ പാസഞ്ചേഴ്സിനോട് നിർദ്ദേശിക്കുക. ബ്രേസ് പൊസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബെൻഡ് യുവർ ഹെഡ്, പ്ലേസ് യുവർ ഹാൻഡ്സ് ഓവർ യുവർ ഹെഡ്, പ്രസ് യുവർ ഹെഡ് അഗൈൻസ്റ്റ് ദ സീറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു. നിങ്ങളുടെ തല കുനിച്ചുകൊണ്ട് തലക്ക് മുകളിലേക്ക് കൈകൾ വെച്ച് മുമ്പിലെ സീറ്റിലേക്ക് തല ചേർത്ത് വെച്ചുകൊണ്ട് തലയും കഴുത്തുമൊക്കെ സംരക്ഷിക്കുന്ന രൂപത്തിലേക്ക് കുനിഞ്ഞിരിക്കാൻ നിർദ്ദേശിക്കുക. അതാണ് ബ്രേസ് പൊസിഷൻ. നമ്പർ 3, ഡയറക്ട് ദ പാസഞ്ചേഴ്സ് ടു ദി നിയറസ്റ്റ് എക്സിറ്റ്. വിമാനത്തിലെ ഏറ്റവും അടുത്തുള്ള പാസഞ്ചേഴ്സ് ഇരിക്കുന്നതിൻ്റെ ഏറ്റവും അടുത്തുള്ള എമർജൻസി എക്സിറ്റിലേക്ക് അവരെ നയിക്കുക. നമ്പർ 4, ഗിവ് ദം ദി ഇൻസ്ട്രക്ഷൻ ടു എക്സിറ്റ്. ശേഷം എമർജൻസി എക്സിറ്റിലൂടെ എങ്ങനെ പുറത്തു കടക്കണം എന്നുള്ളത് അവർക്ക് നിർദ്ദേശം നൽകുക. ഉദാഹരണത്തിന് ജംപ് ഡൗൺ ദി എക്സിറ്റ് ഡോർ. എക്സിറ്റ് ഡോറിലൂടെ പുറത്തേക്ക് ചാടുക. ആൻഡ് സ്ലൈഡ് ത്രൂ ദി ഇവാക്യുവേഷൻ ഷൂട്ട്. അവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇവാക്യുവേഷൻ ഷൂട്ട് ഉണ്ടായിരിക്കും. അതായത് തെന്നി നീങ്ങാൻ ഇറങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചാനൽ, സ്റ്റെപ്പുകൾക്ക് പകരം സ്ലൈഡ് ചെയ്തിറങ്ങാൻ പറ്റുന്ന ചാനലിലൂടെ ധൈര്യപൂർവ്വം എടുത്ത് ചാടി രക്ഷപ്പെടുക. ഇത്തരം നിർദ്ദേശങ്ങളാണ്. ഇതെല്ലാം തന്നെ ഒരു എമർജൻസി അനൗൺസ്മെന്റ് പോലെ തയ്യാറാക്കുക. അതാണ് ആക്ടിവിറ്റി. വിദ്യാർത്ഥികൾ ഈ ചിത്രം ശ്രദ്ധിക്കുക. ഓരോ സീറ്റിലും പാസഞ്ചേഴ്സ് ഇരിക്കുന്നത് തല കുനിച്ചുകൊണ്ട് തലക്ക് മുകളിലേക്ക് കൈ ചേർത്ത് വെച്ച് മുമ്പിലുള്ള സീറ്റിലേക്ക് തല അമർത്തി പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ പൊസിഷനാണ് ബ്രേസ് പൊസിഷൻ. നമ്മുടെ കഴുത്തിനും തലക്കുമൊക്കെ ഏൽക്കാൻ സാധ്യതയുള്ള ഇമ്പാക്റ്റ് കുറയ്ക്കാനും അപകട സാധ്യതകൾ ഇല്ലാതാക്കാനും ഈ പൊസിഷൻ ഏറെ സഹായകരമാകും. Now here is a model emergency announcement from the flight purser. ഒരു എമർജൻസി ലാൻഡിംഗ് ഒക്കെ ആവശ്യമായി വരുമ്പോൾ ഫ്ലൈറ്റിലെ പ്രധാനപ്പെട്ട ക്യാബിൻ ക്രൂ അഥവാ ഫ്ലൈറ്റ് പേഴ്സർ പാസഞ്ചേഴ്സിന് നൽകുന്ന ചില വാർണിംഗ്സ് ഒരു എമർജൻസി അനൗൺസ്മെന്റ് രൂപത്തിൽ ഇവിടെ നൽകിയിരിക്കുന്നു. നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം. Ladies and gentlemen, this is your flight purser speaking. Please remain calm and listen carefully to my instructions as we prepare for an emergency landing. Your safety is our top priority, and the crew is here to assist you. First, stay seated and fasten your seat belts securely. Ensure your seat is upright, your tray table is taut, and any loose items are stored. Next, take the brace position. Bend your head, place your hands over it, and press your head against the seat in front of you. This will help protect you from an impact. When the aircraft has stopped completely, follow the floor marking to the nearest emergency exit. Pay attention to the crew's directions and do not carry any personal belongings. At the exit, jump down and slide through the evacuation chute. Keep moving quickly but orderly and assist others if you can. Please remain calm, take a deep breath, and remember, we are trained to handle this situation. Trust us and follow instructions. Thank you for your cooperation. Next activity given on textbook page 137. The safety of the passengers on an aeroplane is paramount importance. ഒരു വിമാനത്തിലെ യാത്രക്കാരുടെ സുരക്ഷ ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. Similarly, road safety is crucial in preventing accidents and saving lives on the road. അതേപോലെ തന്നെയാണ് റോഡ് സുരക്ഷയും. Here are a few situations. Read them carefully and answer the questions. ഇവിടെ ചില സാഹചര്യങ്ങൾ വിശദീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ചില ക്വസ്റ്റ്യൻസും നൽകിയിട്ടുണ്ട്. ഓരോന്നിനും ശ്രദ്ധാപൂർവം ആൻസർ നൽകാൻ ശ്രമിക്കുക. സിറ്റുവേഷൻ ഇതാണ്. ജോൺ, who was brought up in the US, settles down in Kerala. He drives his car on the right-hand side of the road. Can this be justified? Why? അമേരിക്കയിൽ ജനിച്ചു വളർന്ന ജോൺ എന്ന വ്യക്തി കേരളത്തിൽ വലതുവശം ചേർന്ന് വാഹനം ഓടിക്കുന്നു. ഇത് ശരിയാണോ? എന്തുകൊണ്ട്? No, this cannot be justified. ഇത് ശരിയായ ഒരു രീതിയല്ല. In India, vehicles are driven on the left-hand side of the road.
ഇന്ത്യയിൽ വാഹനങ്ങൾ റോഡിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇടതുവശം ചേർന്നാണ് ഓടിക്കേണ്ടത്. ആൻഡ് ഡ്രൈവിംഗ് ഓൺ ദ റൈറ്റ് ഈസ് ഡേഞ്ചറസ് ആൻഡ് വയലേറ്റ്സ് ട്രാഫിക് റൂൾസ്. അതുകൊണ്ട് തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിലൂടെയുള്ള ഡ്രൈവിംഗ് വളരെ അപകടം പിടിച്ചതും അത് ഇന്ത്യയിലെ ട്രാഫിക് റൂൾസ് വയലേറ്റ് ചെയ്യുന്നതുമാണ്. Situation B. While driving back from a party, Rahul is intercepted by the police and directed to use the breathalyzer. They charge him with an offense. What could be the charge against him? Discuss. രാഹുൽ എന്ന വ്യക്തി ഒരു പാർട്ടി കഴിഞ്ഞ് കാർ ഓടിച്ച് വരുമ്പോൾ പോലീസ് തടഞ്ഞു നിർത്തി ബ്രെത്തലൈസർ യൂസ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ശേഷം ദ ചാർജ് ഹിം വിത്ത് ആൻ ഒഫൻസ്, അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കുറ്റം ചുമത്തി. എന്തായിരിക്കും അതിനുള്ള കാരണം? Rahul could be charged with driving under the influence of alcohol, which is a serious offense as it endangers lives. രാഹുൽ ഒരുപക്ഷെ മദ്യപിച്ചായിരിക്കാം വാഹനം ഓടിച്ചിരുന്നത്. അത് ജീവൻ അപകടപ്പെടുത്തുന്ന വലിയൊരു കുറ്റമാണ്. ബ്രെത്തലൈസർ എന്ന് പറഞ്ഞാൽ ഒരാൾ മദ്യപിച്ചിരിക്കുന്നു എന്നൊക്കെ അറിയാൻ അതിലേക്ക് ഊതിയിട്ട് കണ്ടുപിടിക്കുന്ന ഒരു ഡിവൈസാണ്. സിറ്റുവേഷൻ സി. On a way to the airport to drop off her sister who is running late, Mary receives a message on a mobile phone notifying her that she has been fined rupees 1,500. What could be the reason for the fine? Discuss. മേരി എന്ന വ്യക്തി തൻ്റെ സഹോദരിയെ എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി, ആ സഹോദരി ഓൾറെഡി ലേറ്റ് ആണ്, അതിവേഗം കാർ ഓടിച്ചു പോകുന്ന വഴിയിൽ മേരിക്ക് തൻ്റെ മൊബൈൽ ഫോണിൽ ഒരു മെസ്സേജ് ലഭിക്കുന്നു. റുപ്പീസ് 1,500 ഫൈൻ ചുമത്തിയതായ ഒരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദ ഫൈൻ? ആ ഫൈൻ കിട്ടാൻ എന്തായിരിക്കും കാരണം? മേരി മൈറ്റ് ഹാവ് ബീൻ ഫൈൻഡ് ഫോർ ഓവർ സ്പീഡിംഗ് as she was likely driving faster than the permitted speed limit to reach the airport quickly. എയർപോർട്ടിൽ വേഗമെത്താൻ വേണ്ടി അനുവദിക്കപ്പെട്ടതിലും കൂടുതൽ സ്പീഡിലായിരിക്കും മേരി കാർ ഓടിച്ചിരിക്കുക. അതുകൊണ്ട് ഓവർ സ്പീഡിനായിരിക്കും ഫൈൻ ലഭിച്ചിരിക്കുന്നത്. Situation D. As if really enjoys riding motorbikes but tends to ride very fast. Unfortunately, he meets with an accident and his head is badly injured. He has to stay in the hospital for 3 months. What precaution should he have taken to avoid or mitigate such an incident, such an injury? Discuss. ആസിഫ് എന്ന വ്യക്തി മോട്ടോർ ബൈക്ക് ഓടിക്കാൻ വളരെ താല്പര്യമുള്ള വ്യക്തിയാണ്. എന്നാൽ പലപ്പോഴും ഓവർ സ്പീഡിലേക്ക് അതിവേഗം ഓടിച്ചു പോകുന്ന ഒരു പ്രവണതയുമുണ്ട്. ഒരിക്കൽ നിർഭാഗ്യവശാൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചു. തലക്ക് സാരമായ പരിക്കേറ്റു. 3 മാസത്തോളം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. എന്ത് മുൻകരുതലായിരുന്നു ആസിഫ് എടുക്കേണ്ടിയിരുന്നത്? ആസിഫ് should have worn a helmet while riding his motorbike. മോട്ടോർ ബൈക്ക് ഓടിക്കുമ്പോൾ ആസിഫ് ഒരു ഹെൽമെറ്റ് ധരിക്കേണ്ടിയിരുന്നു. which could have prevented or minimized his head injury. അതൊരു പക്ഷേ അദ്ദേഹത്തിന്റെ തലക്ക് പരിക്കേൽക്കുന്നത് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ നിസ്സാരമാക്കുകയോ ചെയ്യുമായിരുന്നു. Situation E. Ashwati is on her way to the office in her car. When she notices a fire service vehicle behind her, she decides to speed up. അശ്വതി എന്ന വ്യക്തി ഓഫീസിലേക്ക് തൻ്റെ കാർ ഓടിച്ചു പോവുകയായിരുന്നു. അപ്പോഴാണ് പിറകെ ഒരു ഫയർ സർവീസ് വാഹനം വരുന്നത് കണ്ടത്. എന്നാൽ കുറച്ചുകൂടെ സ്പീഡിൽ മുന്നോട്ട് പോകാനാണ് അശ്വതി തീരുമാനിച്ചത്. Does she make the right choice? ആ തീരുമാനം ശരിയായിരുന്നോ? No, Ashwati made the wrong choice. തെറ്റായ ഒരു തീരുമാനമാണ് എടുത്തത്. She should have lowered down and give way to the fire service vehicle. സ്പീഡ് കുറച്ച് പിറകെ വരുന്ന ഫയർ സർവീസ് വെഹിക്കിളിന് വഴി ഒരുക്കേണ്ടതായിരുന്നു അശ്വതി ചെയ്യേണ്ടിയിരുന്നത്. As it is crucial to allow emergency services to pass quickly. കാരണം എമർജൻസി സർവീസുകൾക്കൊക്കെ വളരെ പെട്ടെന്ന് കടന്നു പോകാൻ നാം വഴിയൊരുക്കുക, അനുവദിക്കുക എന്നുള്ളത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. നെക്സ്റ്റ് സിറ്റുവേഷൻ. ഹരിത, who is only 16, drives her father's car. On the way, the motor vehicle inspector intercepts the car and asks for her driving license. When she fails to produce it, she is fined rupees 25,000. The vehicle's registration is cancelled for a year and her father is told that he may be sentenced to jail. What could be the reason for the punishment? ഹരിത
16 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി തന്റെ പിതാവിന്റെ കാർ ഓടിച്ചു പോകുമ്പോൾ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കാർ തടഞ്ഞ് ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യപ്പെടുന്നു. അത് നൽകാനാകാത്തതിനാൽ ഹരിതയ്ക്ക് 25,000 രൂപ ഫൈൻ ചുമത്തുന്നു. മാത്രമല്ല വാഹനത്തിന്റെ രജിസ്ട്രേഷൻ 1 വർഷത്തേക്ക് ക്യാൻസൽ ചെയ്യുന്നു. പിതാവിനോട് ഒരുപക്ഷെ ജയിൽവാസം അനുഭവിക്കേണ്ടി വരുമെന്നും അറിയിക്കുന്നു. എന്തായിരിക്കും ഇതിനൊക്കെയുള്ള കാരണം? ഈ ശിക്ഷകളൊക്കെ വിധിക്കാനുള്ള കാരണം എന്തായിരിക്കാം? ഹരിത ആൻഡ് her father were punished because it is illegal for someone under 18 to drive a car. 18 വയസ്സ് തികയാത്ത ഒരു വ്യക്തി ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുക എന്നുള്ളത് ഇല്ലീഗലാണ്, നിയമവിരുദ്ധമാണ്. അതുകൊണ്ടാണ് ഹരിതയ്ക്കും പിതാവിനും പണിഷ്മെന്റ് ലഭിച്ചത്. Allowing her to drive without a license also makes her father accountable under the law. ഈ നിയമപ്രകാരം പ്രായപൂർത്തിയാകാത്ത ലൈസൻസ് ഇല്ലാത്ത മകളെ വാഹനം ഓടിക്കാൻ അനുവദിച്ച പിതാവും ഉത്തരവാദിയാണ്. Next situation. On the way to a shopping mall, Amina receives a call from her friend. She attends the call and continues to chat while riding her scooty. Later, her friends come to know that she has been admitted to hospital, grievously injured and immobilized. What could be the reason for the accident? അമീന എന്ന വ്യക്തി ഷോപ്പിങ്ങിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കൂട്ടുകാരിയിൽ നിന്നും ഒരു കോൾ ലഭിക്കുന്നു. എന്നാൽ സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് തന്നെ മൊബൈലിലെ സംസാരം തുടർന്നുകൊണ്ടാണ് ആ വാഹനം ഓടിച്ച് അവർ പോയത്. പിന്നീട് അമീനയുടെ കൂട്ടുകാർ മനസ്സിലാക്കുന്നു അമീന വളരെ സീരിയസ് ആയി ഇഞ്ചേർഡ് ആയിക്കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എന്ന്. എന്തായിരിക്കും ഈ അപകടത്തിന് കാരണം? Amina's accident was likely caused by using her mobile phone while riding, which distracted her from focusing on the road and led to the mishap. അമീന വാഹനം ഓടിക്കുമ്പോൾ, സ്കൂട്ടർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയും അതുവഴി റോഡിലെ ശ്രദ്ധ പോവുകയും അപകടത്തിലേക്ക് നയിക്കുകയും ചെയ്തതായിരിക്കാം കാരണം. Next activity given on textbook page 138. Write down the instructions or rules associated with the above situations. ഇതുവരെ വിശദീകരിച്ച സിറ്റുവേഷനുകളുമായി ബന്ധപ്പെടുന്ന ട്രാഫിക് റൂൾസ് എന്താണെന്ന് എഴുതുക, അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ. One has been done for you. ആദ്യ സിറ്റുവേഷന് അനുയോജ്യമായ ഒരു നിർദ്ദേശം ഇവിടെ നൽകിയിട്ടുണ്ട്. ഉദാഹരണമായി A. Keep to the left while driving in India. ഇന്ത്യയിൽ വാഹനം ഓടിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വാഹനം ഓടിക്കുക. B. Never drive under the influence of alcohol or drugs. മദ്യപിച്ചോ മയക്കുമരുന്ന് ഉപയോഗിച്ചോ വാഹനം ഓടിക്കരുത്. Situation C. Follow speed limit warnings. Situation D. Wear a helmet while riding two-wheelers. Situation E. Give way to emergency vehicles like fire trucks, ambulances, police vehicles, etc. Situation F. Only licensed drivers aged 18 or above may drive. Parents should not permit underage driving. Situation G. Avoid using mobile phones while driving or riding. Next activity. Use the information given above to prepare the script of a street play on the topic obeying traffic rules and enact it during Road Safety Week. ഓരോ സിറ്റുവേഷനിലും വിശദീകരിച്ച ട്രാഫിക് റൂൾസ്, അതുപോലെ തന്നെ റോഡ് സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ്, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന രൂപത്തിൽ ഒബേയിങ് ട്രാഫിക് റൂൾസ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഒരു സ്ട്രീറ്റ് പ്ലേ, ഒരു തെരുവ് നാടകത്തിന്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുക. ആ നാടകം റോഡ് സേഫ്റ്റി വീക്കിൽ അവതരിപ്പിക്കുകയും ചെയ്യുക. ഇതാണ് അടുത്ത ആക്ടിവിറ്റി. ഒബേയിങ് ട്രാഫിക് റൂൾസ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു സ്ട്രീറ്റ് പ്ലേ, തെരുവ് നാടകത്തിന് സ്ക്രിപ്റ്റ് എഴുതാനാണ് ആവശ്യപ്പെടുന്നത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു മോഡൽ സ്ക്രിപ്റ്റ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് വായിച്ചു നോക്കുക. സ്ക്രിപ്റ്റ് ഫോർ എ സ്ട്രീറ്റ് പ്ലേ ഒബേയിങ് ട്രാഫിക് റൂൾസ്. മെയിൻ ക്യാരക്ടേഴ്സ്. നറേറ്റർ. ഒരു നറേറ്റർ വേണം കാര്യങ്ങൾ വിശദീകരിക്കാൻ. കെയർലെസ് ഡ്രൈവർ. ശ്രദ്ധയില്ലാതെ വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവർ. നമുക്ക് ക്യാരക്ടറിന് രവി എന്ന് പേര് കൊടുക്കാം. ദെൻ കെയർഫുൾ ഡ്രൈവർ രാജ്. പെഡസ്ട്രിയൻ, ഒരു കാൽനട യാത്രക്കാരൻ ആശ. എ ട്രാഫിക് ഓഫീസർ
Then chorus, 3 to 4 people holding traffic signs such as no parking, school zone, railway crossing, speed limit, etc. ഇങ്ങനെയുള്ള ട്രാഫിക് സൈൻ ബോർഡുകളൊക്കെ പിടിച്ചുകൊണ്ടുള്ള 3-4 ആളുകൾ ഉൾപ്പെടുന്ന ഒരു കോറസും. ഇതാണ് പ്രധാന കഥാപാത്രങ്ങൾ. സീൻ 1, എ ബാക്ക് കർട്ടൻ ഷോയിങ് എ ബിസി സ്ട്രീറ്റ്. വളരെ തിരക്ക് പിടിച്ച ഒരു തെരുവ് ചിത്രീകരിച്ചിരിക്കുന്ന കർട്ടൻ പ്രദർശിപ്പിച്ചുകൊണ്ട് ആദ്യ രംഗം ആരംഭിക്കുന്നു. Chorus enters holding traffic signs such as no parking, school zone, railway crossing, speed limit. ഇത്തരത്തിലുള്ള ട്രാഫിക് സൈൻ ബോർഡുകളുമായി കോറസ് കടന്നു വരുന്നു. ശേഷം നറേറ്റർ ഓഡിയൻസിനെ ഈ തെരുവ് നാടകത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു, കാര്യങ്ങൾ വിശദീകരിക്കുന്നു. നറേറ്റർ, Ladies and gentlemen, welcome to a street play on obeying traffic rules. Let's take you through a day on our roads. Are we following the rules that keep us safe? Let's find out. ഇങ്ങനെ കാര്യങ്ങൾ വിശദീകരിച്ച ശേഷം രാജ് enters driving cautiously. വളരെ ശ്രദ്ധയോടുകൂടി വാഹനം ഓടിച്ചുകൊണ്ട് രാജ് എന്ന കഥാപാത്രം കടന്നു വരുന്നു. രവി ഫോളോസ് ഡ്രൈവിംഗ് റെക്ലെസ്ലി. ഒട്ടും ശ്രദ്ധയില്ലാതെ രവി എന്ന ഡ്രൈവറും വാഹനം ഓടിച്ച് പിറകെ വരുന്നു. രവി ലൗഡ്ലി, ഹൂ കെയർസ് അബൌട്ട് സ്പീഡ് ലിമിറ്റ്സ്? ഐ ആം ലേറ്റ്, ലെറ്റ് മീ റഷ് ഇൻ ഫുൾ സ്പീഡ്. ഈ കാണിച്ചിരിക്കുന്ന സ്പീഡ് ലിമിറ്റൊക്കെ ആര് ശ്രദ്ധിക്കാൻ? ഞാൻ ഓൾറെഡി ലേറ്റ് ആണ്, ഞാൻ അതിവേഗം വാഹനം ഓടിച്ചു പോകും എന്ന് വളരെ ഉച്ചത്തിൽ രവി അല്പം ദേഷ്യത്തോടു കൂടി എന്ന രൂപത്തിൽ പറയുന്നു. രവി ഓവർടേക്സ് രാജ് റെക്ലെസ്ലി. അതും പറഞ്ഞ് രാജിനെ ഒട്ടും ശ്രദ്ധയില്ലാതെ ഓവർടേക്ക് ചെയ്തുകൊണ്ടാണ് രവി മുന്നോട്ട് പോകുന്നത്. രാജ് സ്റ്റോപ്സ് നിയർ എ സ്കൂൾ സോൺ സൈൻ ആൻഡ് സ്ലോസ് ഡൗൺ. രാജ് വളരെ ശ്രദ്ധാപൂർവം വാഹനം ഓടിച്ച് ഒരു സ്കൂൾ സോൺ സൈൻ ബോർഡ് കണ്ടപ്പോൾ സ്പീഡൊക്കെ കുറയ്ക്കുന്നു. രാജ് പീസ്ഫുള്ളി, ശാന്തമായിക്കൊണ്ട് രാജ് പറയുന്നു, സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ്. സ്പീഡ് നമുക്ക് ആവേശം നൽകുന്നതാണ്, ബട്ട് ഇറ്റ് കിൽസ്, അത് അപകടം വരുത്തും. I must slow down near the school. Safety first. സ്കൂളിൻ്റെ അടുത്ത് ഞാൻ വാഹനം പതുക്കെ ഓടിക്കണം, സേഫ്റ്റിയാണ് പ്രധാനം. Narrator, speeding in a school zone is dangerous. Follow the signs and drive responsibly. Narrator ഇതിനിടയ്ക്ക് കാര്യങ്ങൾ വിശദീകരിക്കുന്നു, മുന്നറിയിപ്പ് പോലെ പറയുന്നു. സ്കൂൾ സോണിലൂടെ അതിവേഗം വാഹനം ഓടിക്കുന്നത് അപകടകരമാണ്. ട്രാഫിക് സൈൻസ് ശ്രദ്ധിച്ചുകൊണ്ട് ഉത്തരവാദിത്വത്തോടുകൂടി ഡ്രൈവ് ചെയ്യുക. Scene 2, pedestrian crossing scene. ആഷ tries to cross the road. കാൽനടക്കാരിയായ ആഷ റോഡ് മുറിച്ചു കടക്കാൻ ശ്രമം നടത്തുന്നതാണ് സെക്കൻഡ് സീൻ. ആഷ പറയുന്നു, ലുക്കിംഗ് സ്കേർഡ്, അല്പം ഭയത്തോടുകൂടി ചുറ്റും നോക്കിക്കൊണ്ട്, why is nobody stopping at the zebra crossing? പെഡസ്ട്രിയൻ ക്രോസിംഗ് അല്ലെങ്കിൽ സീബ്ര ക്രോസിംഗിൽ എന്താണ് ആരും വാഹനം നിർത്താത്തത്? രാജ് സ്ലോസ് ഡൗൺ ആൻഡ് ജസ്റ്റേഴ്സ് ഫോർ ആഷ ടു ക്രോസ്. രാജ് എന്ന ഡ്രൈവർ വാഹനം സ്ലോ ഡൗൺ ചെയ്ത് ആഷ എന്ന കാൽനടക്കാരിക്ക് മുറിച്ചു കടക്കാൻ ആംഗ്യഭാഷയിൽ അനുവാദം കൊടുക്കുന്നു. രവി സ്പീഡ്സ് പാസ്റ്റ് വിതൗട്ട് സ്റ്റോപ്പിംഗ്. എന്നാൽ രവി അതിവേഗം വാഹനം മുന്നോട്ടെടുക്കുന്നു. ഇത് കണ്ട് ട്രാഫിക് ഓഫീസർ ബ്ലോസ് വിസിൽ അടിച്ചുകൊണ്ട്, സ്റ്റോപ്പ് റൈറ്റ് ദർ, അവിടെ നിർത്തുക. ടേണിംഗ് ടു രവി, രവിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട്, യു ജസ്റ്റ് ഇഗ്നോർഡ് എ പെഡസ്ട്രിയൻ ക്രോസിംഗ്. ഒരു പെഡസ്ട്രിയൻ പാസഞ്ചർ റോഡ് ക്രോസ് ചെയ്യുന്നത് നീ ഇപ്പോൾ അവഗണിച്ചു. ആൻഡ് വയലേറ്റഡ് ദ ട്രാഫിക് റൂൾ, അതുവഴി റോഡ് നിയമം ലംഘിച്ചിരിക്കുന്നു. ഹിയർ ഈസ് എ ഫൈൻ ഫോർ ദി ഒഫൻസ്, ആ തെറ്റിനുള്ള ഫൈൻ ഇതാ. രവി നെർവസ്ലി, അല്പം നാണത്തോടെ അസ്വസ്ഥതയോടുകൂടി, ഐ ഡിഡ്ന്റ് നോട്ടീസ് എന്ന് പറഞ്ഞു. ട്രാഫിക് ഓഫീസർ, ലേൺ എ ലെസൺ ഫ്രം ദിസ്, ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. ആൻഡ് റിമെമ്പർ ടു നോട്ടീസ് റോഡ് സൈൻസ്, റോഡ് സൈനുകൾ ശ്രദ്ധിക്കാൻ ഓർക്കുക. ഇഗ്നോറിംഗ് സൈൻസ് എൻഡേഞ്ചേഴ്സ് ലൈവ്സ് ഇൻക്ലൂഡിംഗ് യുവേഴ്സ്. ട്രാഫിക് സൈനുകൾ അവഗണിക്കുന്നത് ജീവൻ അപകടത്തിലാക്കും, താങ്കളുടേത് ഉൾപ്പെടെ. സീൻ 3, റെയിൽവേ ക്രോസിംഗ്. മൂന്നാം സീൻ ഒരു റെയിൽവേ ക്രോസിംഗ് ആണ്. രവി ട്രൈസ് ടു ക്രോസ് ദ ട്രാക്സ് ആസ് ദ ഗേറ്റ് ക്ലോസസ്. രവി എന്ന കെയർലെസ് ഡ്രൈവർ ഒന്നും ശ്രദ്ധിക്കാതെ, ഗേറ്റ് ക്ലോസ് ചെയ്യുന്നതൊന്നും ശ്രദ്ധിക്കാതെ ട്രാക്കിലേക്ക്
മുന്നേറാൻ ശ്രമിക്കുന്നു. രാജ് സ്റ്റോപ്സ് അറ്റ് ദ ഗേറ്റ്. എന്നാൽ കെയർഫുൾ ഡ്രൈവറായ രാജ് റെയിൽവേ ഗേറ്റിന് മുമ്പിൽ തന്റെ വാഹനം നിർത്തുന്നു. അദ്ദേഹം പറയുന്നു, നെവർ ക്രോസ് വെൻ ദ ഗേറ്റ് ഇസ് ക്ലോസിംഗ്. റെയിൽവേ ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരിക്കലും ആ ട്രാക്കിലേക്ക് മുറിച്ചു കടക്കാൻ ശ്രമിക്കരുത്. ബെറ്റർ ലേറ്റ് ദാൻ നെവർ, നറേറ്റർ വിശദീകരിക്കുന്നു. ക്രോസിംഗ് എ റെയിൽവേ ട്രാക്ക് ഇംപ്രോപ്പർലി ക്യാൻ ബി ഫേറ്റൽ. അശ്രദ്ധയോടുകൂടി റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കുന്നത് വളരെയധികം അപകടം പിടിച്ചതാണ്. ഒബേ ദ സിഗ്നൽസ് ഫോർ യുവർ സേഫ്റ്റി. നിങ്ങളുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി ട്രാഫിക് സിഗ്നലുകൾ പാലിക്കുക. Now the final scene. Chorus gathers with all signs. എല്ലാ സൈൻ ബോർഡുകളും കയ്യിൽ പിടിച്ചുകൊണ്ട് കോറസ് ഒരുമിച്ച് കൂടുന്നു. ഇതാണ് അവസാന രംഗം. എന്നിട്ട് കോറസ് സ്പീക്കിംഗ് ഇൻ യൂണിസൺ, എല്ലാവരും ഒരുമിച്ച് ഒരേ സ്വരത്തിൽ ഉറക്കെ പറയുന്നു. No parking means don't park here. School zone means drive slow and watch for children. No overtaking keeps everyone safe. Respect pedestrian crossings and railway signals. ഇതെല്ലാം ഒരേ സ്വരത്തിൽ കോറസ് എല്ലാവരും ഒരുമിച്ചാണ് പറയുന്നത്. ശേഷം നറേറ്ററുടെ ഡയലോഗ്. Road safety begins with you. Follow traffic rules, respect signs and stay alive. Together, let's make our road safer for everyone. നറേറ്ററുടെ വിശദീകരണവും കഴിഞ്ഞ് കോറസ് വേവ് സൈൻസ്, കയ്യിലേന്തിയ റോഡ് സൈൻസ് കോറസ് ഒരുമിച്ച് ഓഡിയൻസിന് നേരെ വീശി കാണിക്കുന്നു. ആൻഡ് ഓൾ ആക്ടേഴ്സ് ബോ ടു ദി ഓഡിയൻസ്. എല്ലാ ആക്ടേഴ്സും ഓഡിയൻസിന് നേരെ തിരിഞ്ഞ് ശിരസ് നമിക്കുന്നു, അവരെ വന്ദിക്കുന്നു. ദെൻ ഓൾ ഇൻ യൂണിസൺ, എല്ലാവരും ഒരുമിച്ച് ഒരേ സ്വരത്തിൽ ഉറക്കെ വിളിച്ചു പറയുന്നു. ഒബേ ട്രാഫിക് റൂൾസ് ആൻഡ് സേവ് ലൈവ്സ്. ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക, ജീവൻ രക്ഷിക്കുക. ഇതോടുകൂടെ നാടകവും അവസാനിക്കുന്നു. ഇത്രയും ഡിസ്കോഴ്സുകളാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കാനുള്ളത്. ഈ വീഡിയോ അല്പം ലെങ്തി ആയിരിക്കും, എങ്കിലും വീഡിയോയിൽ വിശദീകരിച്ച കാര്യങ്ങളെല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക് അവരുടെ എക്സാമുകളിൽ ഉപകാരപ്പെടും. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂസ്പോർട്ട് എഡ്യൂ വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.